മൗനം നമ്മൾ കുറച്ച് നാളായിട്ട് അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു തരത്തിൽ അതിനോട് പൊരുത്തപ്പെട്ടു എന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും ഇത് സംഭവിച്ചപ്പോൾ നമുക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ സൂര്യനായ VS അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി നിരവധി ജനപ്രവാഹമാണ് തിരുവനന്തപുരത്തെ AKG സെൻറ്ററിലേക്ക് ഒഴുകി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിനൊപ്പം ഈ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിനൊപ്പം സേവനമനുഷ്ഠിച്ച ശ്രീ ജോസഫ് C. മാത്യു ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. VS വിടവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പം ഒരുപാട് വർഷം സേവനമനുഷ്ഠിച്ച ഒരാളാണ് താങ്കൾ. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ നോക്കിക്കാണും? വളരെ വലിയ നഷ്ടം കേരളത്തിനും വ്യക്തിപരമായി എനിക്കും ഒക്കെ വളരെ വലിയ നഷ്ടമാണ്. അതിനെ ഒന്നും വിലയിരുത്താവുന്ന ഒരു മാനസികാവസ്ഥയിലുമല്ല, തീരെ അപ്രതീക്ഷിതമല്ല. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചേക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മൗനം നമ്മൾ കുറച്ച് നാളായിട്ട് അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു തരത്തിൽ അതിനോട് പൊരുത്തപ്പെട്ടു എന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും ഇത് സംഭവിച്ചപ്പോൾ നമുക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടത് വിലയിരുത്തുകയോ സംസാരിക്കുകയോ ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാനും. പക്ഷെ തീർച്ചയായിട്ടും ഈ മുദ്രാവാക്യങ്ങളിൽ പറയുന്നത് പോലെ വലിയ വിടവാണ്. ഇത് നമ്മൾ കളക്റ്റീവായിട്ട് നികത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. വളരെ നന്ദി. ഈ മുദ്രാവാക്യത്തിൽ പറയുന്നത് പോലെ കണ്ണേ കരളെ VS എന്ന് തന്നെയാണ് ജോസഫ് C. മാത്യു നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ജോസഫ് C. മാത്യു VSനോടൊപ്പം ഒരുപാട് കാലം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഒരു വലങ്കൈ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഒരു VSനൊപ്പം ചേർന്ന് നിന്ന ഒരു ആൾ തന്നെയാണ്, വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം. എന്തായാലും ഈ ഒരു മുദ്രാവാക്യത്തെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ജോസഫ് C. മാത്യു നമ്മളോട് പ്രതികരിക്കുന്നത്. നമുക്ക് വികാരപരമായ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. മുദ്രാവാക്യം വിളിക്കുന്നവരുടെ കണ്ണുകളിൽ ആ ഒരു ഇടർച്ചയും നമുക്കെല്ലാം തന്നെ കാണുന്നതാണ്. വളരെ വിഷമത്തോടു കൂടിയാണ് VS മരിക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും VS എന്തുമാത്രം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് വ്യക്തമാകുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അത്രയ്ക്ക് വലിയൊരു ജനാവലിയാണ് AKG സെന്ററിന് മുൻപിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കാണുവാനായി നിരവധി ജനങ്ങൾ എത്തിച്ചേരുന്നു. ഇവർ വിളിക്കുന്ന മുദ്രാവാക്യം പോലെ തന്നെ കണ്ണേ കരളെ VS എന്ന് തന്നെയാണ് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. അതിലൊരു സംശയവുമില്ല. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയായിരുന്നു, സാധാരണക്കാരുടെ നേതാവായിരുന്നു, തൊഴിലാളികളുടെ നേതാവായിരുന്നു എന്നതിൽ ഒന്നും തന്നെ സംശയമില്ല. നിലവിൽ വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലോ കോളേജ് ജംഗ്ഷനിലുള്ള വസതിയിലേക്ക് ഈ മൃതശരീരം കൊണ്ടുപോകും. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള കുടുംബം ഉള്ളത്. അതുകൂടാതെ നാളെ രാവിലെ 9 മണിയോടുകൂടി ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് പോവുകയും ചെയ്യും. വലിയൊരു ജനാവലി തന്നെയാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.